ശബ്ദം കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് ഗ്രൂപ്പുകളുടെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പഠിതാക്കളെ, ഉസ്താദുമാർ, അല്പസമയം ചില ഇസ്ലാമിക ചോദ്യങ്ങളും അതിന് നിങ്ങൾ ഭംഗിയായി ഉത്തരം നൽകുന്നവർ, മത്സരം എന്നാൽ കവിഞ്ഞ് വിജ്ഞാനം പങ്കുവെക്കുക എന്നൊരു ഉദ്ദേശം മാത്രം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഹജ്ജിന്റെ മാസമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന ആളുകളും ഹറം ലക്ഷ്യമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും എത്തിയവരും ഒക്കെയുള്ള വളരെ മഹത്തായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ ഇതുവരെ സാധിക്കാത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു വളരെ പെട്ടെന്നുള്ള തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഹറമും മക്കയും മദീനയും ഒക്കെ നേരിൽ ദർശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും നൽകട്ടെ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് മത്സരം തുടങ്ങാം. ഒന്ന് ബ്ലൂ അല്ലെങ്കിൽ മറ്റൊന്ന് ഗ്രീൻ. അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ ഭംഗിയായി ഉത്തരം നൽകുക. ഇൻഷാ അല്ലാഹ് ഏകദേശം 1 മണിക്കൂർ സമയം നമുക്ക് മുന്നോട്ട് പോകാം. രണ്ട് വിഭാഗമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഉത്തരം നൽകണം. ഒന്ന് ബ്ലൂ അല്ലെങ്കിൽ മുകളിലെ അത് പോയിന്റ് ഒന്ന് അറിയുന്നു നോക്കുന്ന, സാധാരണ നോക്കുന്നതെന്ന് അറിയില്ല, അതൊന്ന് ക്ലിയർ ചെയ്താൽ നന്നായിരിക്കും. അത് ഓക്കെ ശരിയായിരുന്നുണ്ട്. അപ്പൊ മറ്റുള്ള കളറുകളൊക്കെ ഒഴിവാക്കാം. അതായത് ബ്ലാക്ക് പോലത്തെ കളറുകളൊക്കെ വരുമ്പോ എന്ത് ചെയ്യാം, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വിഭാഗത്തിന്റെ കൂടെ ഒരു ചോദ്യത്തിന് ഒരാൾ ഒരു ഉത്തരം മാത്രം നൽകി സഹകരിക്കുക. കൂടുതൽ ഉത്തരം നൽകാതെ തീരെ കാണാത്ത വളരെ ചെറിയ ഫോണ്ട് ഒഴിവാക്കി അല്പം വലിയ ഫോണ്ടെങ്കിലും ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വിസ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് നമ്മൾ പാലിക്കാറുള്ള മര്യാദകൾ. അപൂർവം ചില സമയത്ത് നമ്മൾ വ്യക്തിഗത മത്സരം നടത്താറുണ്ട്. അങ്ങനെ തയ്യാറെടുപ്പുകളും മറ്റുള്ള ആളുകളുടെ സഹായം വേണം. കാരണം ഓരോ ആളുകളും ഒരു ഉത്തരം നൽകുന്ന ആളുണ്ടാവും, 10 ഉത്തരം നൽകുന്ന ആളുണ്ടാവും. അവരുടെയൊക്കെ പേര് നോട്ട് ചെയ്ത് ഓരോ ആളുകളുടെ പേരിന്റെ നേരെ അവർ നൽകിയ ഉത്തരത്തിന്റെ ആ പോയിന്റൊക്കെ രേഖപ്പെടുത്തല് കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. നേരത്തൊക്കെ നമ്മൾ സജീവമായിട്ട് ക്വിസ് പ്രോഗ്രാമൊക്കെ നടത്തിയ സമയത്ത് അങ്ങനെ ക്വിസ് പ്രോഗ്രാം അങ്ങനെ ചെയ്യാറുള്ളതും അതിനൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്തിരുന്നു ഒരു സമയത്ത്. ഇപ്പോ അതൊന്നും സാധിക്കാറില്ല. ഏതായാലും ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി ഞാൻ ഒരു സൂറത്തിന്റെ ആദ്യം ഓതാം. ആ സൂറത്തിന്റെ പേരെന്താണെന്നാണ് നിങ്ങളോട് പറയേണ്ടത്. ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗം ഞാനിവിടെ ഓതി കേൾപ്പിക്കാം. ആദ്യ സൂറത്തിന്റെ പേര് നിങ്ങളിവിടെ പറയണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم. صدق الله العظيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم. ആയത്തുകൾ ഏത് സൂറത്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഏതായാലും ഇവിടെ ഈ ബ്ലാക്ക് ഒന്ന് ഒഴിവാക്കണം കേട്ടോ. ബ്ലാക്കിൽ ഉത്തരം നൽകുന്നത് കൂടുതൽ ആളുകളും ഇവിടെ
ഗ്രീനിന് വേണ്ടി തന്നെ ഉത്തരം നൽകിയിട്ടുള്ളത് സൂറത്തുൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം ഇശാഇൽ അതുപോലെ വെള്ളിയാഴ്ച ജുമുഅയിലെ പോകൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ജുമുഅ എന്ന സൂറത്ത്. അതിന്റെ ആദ്യഭാഗം മാത്രം, അതിന്റെ ആദ്യത്തെ ഒരായത്തും അല്പമാണ് ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചത്. ആദ്യത്തെ പോയിന്റ് ഇവിടെ ഗ്രീനിന് വേണ്ടിയിട്ട് അബ്ദുള്ള തോട്ടക്കാട്, അലി ആലപ്പുഴ, അതുപോലെ ഫൈസൽ മുസ്തഫ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹദീദ് എന്ന് ദുൽദുൽ പറഞ്ഞത് ശരിയല്ല. ഏതായാലും ഒന്നാമത്തെ പോയിന്റ് പോകട്ടെ ഗ്രീനിലേക്ക്. അടുത്തതിന്റെ ചോദ്യം നമ്മള് പരിശുദ്ധ ഹറമിനെ കുറിച്ച് ബൈത്തുൽ ഹറാം എന്നും മസ്ജിദുൽ ഹറാം എന്നും പറയാറുണ്ട്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ബൈത്തുൽ ഹറാം, എന്താണ് മസ്ജിദുൽ ഹറാം? ഒന്ന് വിശദമായിട്ട് എഴുതേണ്ടി വരും. വളരെ സിമ്പിളാണ്. രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. രണ്ടും ഒന്നാണ്, മാറ്റങ്ങളൊന്നുമില്ല എന്ന് അഭിപ്രായം. മസ്ജിദുൽ ഹറാം എന്നും ബൈത്തുൽ ഹറാം എന്നും പറഞ്ഞാലുള്ള മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ വരട്ടെ. മറ്റാരും ഉത്തരം നൽകുന്നില്ലേ? ഇത്ര പ്രയാസമുള്ള കാര്യമാണ്. വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. മാറ്റമില്ല എന്ന് രണ്ടുപേര് പറയുന്നു. രണ്ടും ഒന്നാണെന്ന് പറയുന്നത്. ബൈത്തുൽ ഹറാം എന്ന് പറഞ്ഞാലും മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാലും ഒന്നാണ്. മൂസ കുവൈത്തും പറഞ്ഞു ഒന്നാണ്. കൂടുതൽ ആളുകളാണ് പറയുന്നത്. മുസ്തഫ പറഞ്ഞു ബൈത്തുൽ ഹറാം ഉള്ളിൽ, മസ്ജിദുൽ ഹറാം മൊത്തം മസ്ജിദ്. ബൈത്തുൽ ഹറാം ഉള്ളിൽ, മസ്ജിദുൽ ഹറാം മൊത്തം മസ്ജിദ്. ഏതായാലും ദുൽദുൽ ബൈത്തുൽ ഹറാം കഅബ, മസ്ജിദുൽ ഹറാം പള്ളി. അതാണ് ശരിയായ ഉത്തരം. അത് തന്നെയാണ് ആയിരിക്കും. പിന്നെ മുസ്തഫ പറഞ്ഞു ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മത്താഫുണ്ട്, പിന്നെ മറ്റുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോയിന്റ് ഞാൻ ദുൽദുലിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. മുസ്തഫയുടെ ഉദ്ദേശം ശരിയായിരിക്കും. പക്ഷെ ഇവിടെ ഉത്തരം വ്യക്തമായി വന്നത് ബൈത്തുൽ ഹറാം എന്ന് പറഞ്ഞാൽ അത് കഅബയെ കുറിച്ച് മാത്രമാണ് ബൈത്തുൽ ഹറാം എന്ന് പറയുന്നത്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറഭാഗത്തുള്ള മത്താഫ് അടക്കമുള്ള പള്ളിക്കാണ്. അത് എത്ര വലുതായാലും ശരി അതിനൊക്കെ മസ്ജിദുൽ ഹറാം എന്ന് പറയും. അതാണ്. ഏതായാലും ഒരു പോയിന്റ് ബ്ലൂവിനും ഒരു പോയിന്റ് ഗ്രീനിനും നൽകിക്കൊണ്ട് ഭംഗിയായി ഇവിടെ പ്രോഗ്രാം ആരംഭിക്കുന്നു. അടുത്ത എന്റെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ നമ്മൾക്ക് വേണ്ടിയിട്ട്, ഭൂമിയിലുള്ള ആളുകൾക്ക് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, നിർമ്മിച്ചതാണ് ബൈത്തുൽ ഹറാം അല്ലെങ്കിൽ കഅബ ശരീഫ്. എന്നാൽ ആകാശനിവാസികൾക്ക് വേണ്ടി അള്ളാഹു നിർമ്മിച്ച മറ്റൊരു ഭവനമുണ്ട്. എന്താണത്? ആകാശനിവാസികൾക്ക് വേണ്ടി അള്ളാഹു നിർമ്മിച്ച മറ്റൊരു ഭവനം ഉണ്ട്. എന്താണ് ഇതിന്റെ പേര്? ഏതായാലും ഇവിടെ ഉത്തരങ്ങൾ തരാൻ കഴിവുള്ള പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ബൈത്തുൽ ഹറാമിന് നേരെയായി അള്ളാഹു നിർമ്മിച്ച മറ്റൊരു ഭവനം, അതിലേക്ക് ലക്ഷക്കണക്കിന് മലക്കുകൾ വന്ന് തവാഫ് ചെയ്തു പോകുന്നു. അത് മറ്റൊന്നുമല്ല, എല്ലാ ആളുകളും നൽകിയ ഒരേ ഉത്തരം തന്നെയാണ് ബൈത്തുൽ മഅമൂർ. സാഹിർ ഗോൾഡ് സ്റ്റോറാണ് ആദ്യമായിട്ടുള്ള ശരിയായ ഉത്തരം നൽകിയത് ബ്ലൂവിന് വേണ്ടിയിട്ട്. ശേഷം റാഹി, അതുപോലെ KP ഷഹദ്, അബ്ദുള്ള തോട്ടക്കാട്, ഇങ്ങനെ അലിയാലപ്പുഴയിലേക്ക് എല്ലാ ആളുകളും ശരിയായ ഉത്തരം നൽകിയത്. ജസാഖുല്ലാഹു ഖൈറൻ. അല്ലാഹു നിങ്ങൾക്കെല്ലാം നല്ല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരം നൽകാൻ നോക്കട്ടെ. അടുത്ത എന്റെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് താൻ ജനിച്ചു വളർന്ന നാട് വിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസരത്തിൽ മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ ഇസ്ലാമിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാണ്, എത്ര വർഷം കഴിഞ്ഞാണ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിക്കുന്നത്?
മദീനയിൽ നിന്ന് വീണ്ടും തന്റെ ജന്മസ്ഥലമായ അള്ളാഹുവിന്റെ ഭവനം ഉൾക്കൊള്ളുന്ന മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷത്തിന് ശേഷമാണ് തിരിക്കുന്നത് എന്ന ചോദ്യം. 8 എന്നും 9 എന്നുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. 8, 9. ഏതായാലും ആ ഒരു തിരിക്കലിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറെ സന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരും ശരിയായ ഉത്തരം നൽകിയിട്ടില്ല. ഉത്തരം ക്രിസ്മസിലേക്ക് പോകട്ടെ. ഇനി വേറെ ആൾക്കും സാധ്യതയുള്ള 10 വർഷം അത്ഭുതത്തിൽ വളരെയധികം കാത്തുന്നത് 13 വർഷം ഒക്കെ കൂടിപ്പോയി. വളരെ കൂടിപ്പോയി. 53 വർഷം കഴിഞ്ഞ് 13 വർഷം സമാധാനം ജീവിച്ചിട്ടില്ല. 10 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഏതായാലും ശരിയായ ഉത്തരം 6-ാമത്തെ വർഷമാണ്. 6-ാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ഉദ്ദേശിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ തയ്യാറായി. ഉംറ ഉദ്ദേശിക്കുക, ഉംറ മസ്ജിദുൽ ഹറാമിനെ, ബൈത്തുൽ ഹറാമിനെ ബഹുമാനിക്കുക എന്ന ഉദ്ദേശം. ഒരു യുദ്ധമോ അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു തർക്കമോ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. ഉംറ ഉദ്ദേശിച്ചാണ് പോകുന്നത്. അനുബന്ധമായ ചോദ്യം ചോദിക്കട്ടെ. ഒരു ഏകദേശം കണക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. കൃത്യമായ കണക്ക് പറയാൻ ആർക്കും കഴിയില്ല. ഏറ്റവും അടുത്ത പോയിന്റ് ക്രിസ്ത്യമാസിലേക്ക് ഒരു പോയിന്റ് പോയി, 2 ബ്ലൂ, 1 പോയിന്റ് ഗ്രീൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 6-ാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി പുറപ്പെട്ടത്. എന്നാൽ മക്കയിലെത്തിയില്ല. അതൊരു മറ്റൊരു സംഭവം. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു ഈ യാത്രയിൽ? ഉംറ ഉദ്ദേശിച്ച് മക്കയിൽ നിന്ന് 6-ാമത്തെ വർഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിക്കുന്ന സമയത്ത് ഏകദേശം എത്ര പേരുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ? വ്യക്തമായ ആൾക്കുത്തരം നൽകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അഖറബ് ലിൽ ഇജാബ, അതായത് ഉത്തരത്തിലേക്ക് ഏറ്റവും അടുത്തൊരു നമ്പർ ഞാനിവിടെ പോയിന്റ് നൽകും. ഉത്തരത്തിലേക്ക് ഏതായാലും 3 പേർ മുതൽ 2000 പേര് വരെ, അല്ല 12,300 കാണുന്നുണ്ട്. മുസ്തഫ അയച്ചതാണെന്ന് അറിയില്ല. ഏതായാലും ശരി, ഇത്രയും വലിയ സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് പറയാം. 500 എന്നാണ് 1000 എന്ന് പറയുന്നു അൽസാഹിർ. ഡോക്ടർ ആസിഫ് പറയുന്നു 500 എന്ന് ബ്ലൂവിന് വേണ്ടിയിട്ട്. ഏതായാലും എല്ലാ ആളുകളും കേൾക്കുന്നുണ്ട്, സന്നദ്ധരായി കേൾക്കുന്നുണ്ട്. 700 ആളുകൾ. ഏതായാലും ഇനി അവസരം ഇനിയും നൽകുന്നത് നിങ്ങൾ ഉത്തരങ്ങൾ കൊണ്ട് പിടിക്കാൻ സാധ്യതയുണ്ടാകും. ഏതായാലും ഏറ്റവും അടുത്തൊരു ഉത്തരം ഇവിടെ വന്നിട്ടുള്ളത് ഫൈസൽ മുസ്തഫയിലൂടെയാണ്. മുസ്തഫ മുസ്തുവിലൂടെ വന്നിട്ടുള്ളത്. മുസ്തഫ മുസ്തു എന്ന ഐഡിയിലൂടെ വന്നിട്ടുള്ളത് 1300. 1400-ന്റെയും 1600-ന്റെയും ഇടയിലുള്ള ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അന്ന് ഉംറ ഉദ്ദേശിച്ച് വന്നിരുന്നത്. 1400-ന്റെയും 1600-ന്റെയും ഇടയിലുള്ള ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മക്കയിലേക്ക് തിരിച്ചത്. അതുകൊണ്ട് പോയിന്റ് പോകുന്നത് ഗ്രീനിലേക്കാണ്. എനിക്ക് 1600 ഏകദേശം. വ്യക്തമായൊരു കണക്കതിൽ ഇല്ല. അടുത്ത ചോദ്യം, നമുക്കൊക്കെ മുസ്ലിങ്ങൾക്ക് സന്തോഷമുള്ള 2 ദിനമാണ്. ഇസ്ലാമികമായി സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും ഒക്കെയുള്ള 2 ദിവസങ്ങളാണ് ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. 2 പെരുന്നാളുകൾ, 2 ആഘോഷ ദിവസങ്ങളാണ്, 2 പെരുന്നാളുകൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം ഇസ്ലാമിൽ ആദ്യമായി ആചരിച്ച അല്ലെങ്കിൽ കൊണ്ടാടിയ പെരുന്നാൾ ഏതാണ്? അദ്ഹയാണോ ഈദുൽ ഫിത്റാണോ? ഏത് പെരുന്നാളാണ് ആദ്യമായി മുസ്ലിങ്ങൾ കൊണ്ടാടി ആഘോഷിച്ചത്?
ഏതായാലും രണ്ടാമത്തെ ഉത്തരം മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ, ഈദുൽ ഫിത്ർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ. ഏതായാലും ഫിത്ർ എന്ന് ഇവിടെ ജാഹിർ കോളിസൻ പറയുന്നു. അത് തന്നെയാണ് തോട്ടക്കാളിൽ പറഞ്ഞത്. കൂടുതൽ ആളുകളും ഫിത്ർ എന്ന് പറയുമ്പോൾ ഇനി അഥവാ അതല്ലെങ്കിൽ പോയിന്റ് പോകണ്ട എന്ന് ഒരു ഡോക്ടറുടെ ബുദ്ധി ഇവിടെ വന്നിട്ടുണ്ട്. ഈദുൽ അദ്ഹ എന്നുള്ള ഒരു ബുദ്ധി ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും വീണ്ടും പോയിന്റ് പോകുന്നത് അത് അബ്ദുള്ള തോട്ടക്കാടിലൂടെ ചെറിയ പെരുന്നാൾ എന്ന ഉത്തരത്തിലാണ്. ആദ്യമായി ഹിജറ 2-ാം വർഷമാണ് നമുക്ക് റമദാൻ നോമ്പ് നിർബന്ധമാകുന്നത്. അതിനുശേഷമാണ് പെരുന്നാൾ ആഘോഷം വരുന്നത്. അടുത്ത ചോദ്യം ഹജ്ജ് എന്ന കർമ്മം ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ തനിരൂപമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മില്ലത്തിന്റെ ശേഷമായി മാത്രമല്ല അതിനു മുന്നേയും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെയും ഒക്കെ കാലഘട്ടത്തിലും ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ഹജ്ജ്. എന്നാൽ മക്കയിൽ ഖുറൈശികളുടെ കാലഘട്ടത്തിൽ ഹജ്ജുമായി ഏകദേശം ബന്ധപ്പെട്ട് വലിയൊരു കച്ചവടമേള നിലനിരുന്നു. എന്താണ് ആ കച്ചവടമേളയുടെ പേര്? അവരുടെ ഹുങ്ക് കാണിക്കുവാനും കച്ചവടം നടത്തുവാനും ഒക്കെയുള്ള ഒരു കച്ചവടമേള നിലനിന്നിരുന്നു. ഏകദേശം ഹിജറ 120 വർഷത്തോളം, 129 കാലഘട്ടത്തോളം എന്നിരുന്ന വലിയൊരു കച്ചവടമേളയായിരുന്നു അത്. ഏതാണ് മേള? ഏതായാലും ദുൽഖഅദിന്റെ ആദ്യകാലം മുതൽ 20ഓളം ദിവസമായിരുന്നു ഈ മേള സംഘടിപ്പിച്ചിരുന്നത്. ഇന്നും അതിന്റെ പുനരാവിഷ്കാരം സൗദിയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും എനിക്കറിയില്ല, മനസ്സിലാക്കുന്നവരെ. ഏതായാലും അലി ആലപ്പുഴ, അതുപോലെ മിൻഹാസ, മെഹർ ഒക്കെ പറയുന്നത് ഉക്കാദ്, സൂഖ് ഉക്കാദ് എന്ന വ്യാപാരമേള. ഉക്കാദ് എന്ന വ്യാപാരമേളയാണ് നടന്നിരുന്നത്. വലിയ കച്ചവടമായിരുന്നു. അടുത്ത ചോദ്യം. വളരെ പോയിന്റ് പോകുന്നത് അലി ആലപ്പുഴയുടെ ഗ്രീനിലേക്കാണ് പോയിന്റ് പോകുന്നത്. അടുത്ത ചോദ്യത്തിന് നിങ്ങൾ 3 ഉത്തരം നൽകണം. 3 ഉത്തരം നൽകുന്ന ആളുകൾക്ക് മാത്രമേ, ഒന്നിച്ച് നൽകുന്ന ആളുകൾക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ. ഒരു മസ്അലപരമായ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ നൽകുന്നത്. ഹജ്ജ് ചെയ്യാൻ 3 രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 രൂപം? ഹജ്ജ് നിർവഹിക്കാൻ 3 രൂപങ്ങളുണ്ട്. 3 രീതിയിൽ ഹജ്ജ് നിർവഹിക്കാം. ഏതൊക്കെയാണ് 3 രൂപങ്ങൾ? അല്പസമയം എടുത്താൽ മതി, പെട്ടെന്ന് അടിക്കണ്ട. 3 രൂപങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ആളുകൾക്ക്, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അവർക്ക് 3 രീതിയിൽ പരിശുദ്ധ ഹറമിൽ പ്രവേശിക്കാൻ കഴിയും. 3 വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇതിൽ ഏതൊക്കെയാണ് ഇതെന്നാണ് എന്റെ ചോദ്യം. ഏതായാലും ഇവിടെ ഉത്തരങ്ങൾ ശരിയായി വന്നിട്ടുണ്ട്, ആരും തെറ്റിച്ചിട്ടില്ല. അലി ആലപ്പുഴ ആദ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. 1, 2, 3 എന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും ബ്ലൂവിന്റെ ആളുകൾ കുറവായത് കൊണ്ടോ എന്താ അറിയില്ല, ബ്ലൂ ഒന്നിങ്ങനെ പിന്നോട്ടാണ് നിൽക്കുന്നത്. ഗ്രീനിന്റെ ആളുകൾ കൂടുതലായിട്ടുണ്ട്. ഏതായാലും തമത്തുഅ്, ഖിറാന്, ഇഫ്റാദ് 3 രീതിയിലാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ശരിയായ ഉത്തരം ആദ്യമായി നൽകിയത് KP ഷഹദ് എന്ന ഐഡിയിൽ നിന്നാണ്. പൂർണ്ണമായി നൽകിയത് അലി ആലപ്പുഴ 2 മാത്രമേ നൽകിയിട്ടുള്ളൂ. വീണ്ടും അൽവാഫി, തോട്ടക്കാരൊക്കെ ശരിയായ ഉത്തരം നൽകി. ഗ്രീനിന്റെ പോയിന്റ് നിലവാരമാണ് പൊന്തിക്കൊണ്ടിരിക്കുന്നത്.
KPA ഷഹദ് അല്ലെ? തന്നെ. ഓക്കെ. അടുത്ത ചോദ്യം, മുൻകഴിഞ്ഞു പോയ ഒരു നബിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ നബിയുടെ കുറെ മുന്നേ എല്ലാത്തിനും ഉണ്ടായിരുന്ന നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം എന്ന് ചോദ്യം വരട്ടെ. ചോദ്യം വന്നിട്ടില്ല. ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം വന്നതിന് ശേഷം. മൂസാ നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു? അതാണ് എന്റെ ചോദ്യം. മൂസാ നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ എത്ര പ്രായമുണ്ടായിരുന്നു? ഈ ഉത്തരം വരട്ടെ. ഒന്നട്ടെ ഏകദേശം അടിച്ചു വിട്ടോളേ, എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. മൂസാ നബിയുടെ പ്രായം എത്രയായിരുന്നു എന്നാണ് ചോദ്യം. സീനയിലാണ്. പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമയം തരാൻ പാടില്ല. കാരണം വളരെ പെട്ടെന്ന് ഗൂഗിൾ ഉസ്താദ് പറഞ്ഞുതരും. ഏതായാലും ഒരു 80 മുതൽ 300 വരെ വയസ്സിന്റെ സാധ്യതകൾ പറയുന്നുണ്ട്. 240 വയസ്സ്, 125 വയസ്സ്, 63 വയസ്സ് എന്നും പറയുന്നുണ്ട്. ഏതായാലും ബ്ലൂ ഗ്രീനിൽ കുറെ ആളുകൾ ഉണ്ടായിട്ടും അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരിയായ ഉത്തരം എഴുതിയത് മറ്റാരുമല്ല, ഡോക്ടർ ആസിഫ് അബൂബക്കറിലൂടെയാണ്. 120 വയസ്സ്, അല്ലെങ്കിൽ 120 എന്ന് പറയാം, അല്ലെങ്കിൽ 122 വയസ്സാണ്. അതാണ് ഏറ്റവും അടുത്ത ഉത്തരം. അതുകൊണ്ട് 125 അപ്പുറമാണ്. അതാണ് ഗ്രീനാണ് പോയിന്റ്. 120 നിന്ന് 22 ഏറ്റവും അടുത്തത്. അതുകൊണ്ട് പോയിന്റ് നമുക്ക് ഡോക്ടർ ആസിഫിലൂടെ ബ്ലൂവിൽ നൽകാം. 122 വയസ്സുള്ള കാലഘട്ടത്തിൽ സീനായിൽ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ ഒരു നബിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വഫാത്തായ നബി മുഫാത്തായ സമയമല്ല, എങ്കിലും മറ്റൊരു സംഭവമാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം ഉത്തരം നൽകുക. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നബി എന്ന് മാത്രമല്ല ലോകം ഭരിച്ച രാജാവ് കൂടിയായിരുന്നു. എന്നാൽ ആ രാജഭരണം അല്ലെങ്കിൽ രാജാവായത് എത്രാമത്തെ വയസ്സിലായിരുന്നു? തന്റെ പിതാവിൽ നിന്ന് അനന്തരമായി കിട്ടിയതാണ്. തന്റെ പിതാവിൽ നിന്ന് അനന്തര സ്വത്തായിട്ട്, അല്ലെങ്കിൽ പിതാവിന്റെ കാലഘട്ടം ശേഷം വന്ന ഭരണകർത്താവ് എന്ന രീതിയിലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഭരണം കിട്ടുന്നത്. അത് ദാവൂദ് നബിയുടെ മകൻ എന്ന രീതിയിൽ കിട്ടുന്ന സംഭവമാണ്. എത്രാമത്തെ വയസ്സിലാണ് കിട്ടിയതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതായാലും ശരി, എല്ലാ ആളുകളും ശരിയായ ഉത്തരം തന്നെയാണ് നൽകുന്നത്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും ആളുകളുടെ ഏകദേശം എല്ലാ ആളുകൾക്കും മനസ്സിൽ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 11-ന്റെയും 16-ന്റെ ഇടയിൽ മാത്രം ഇവിടെ ഉത്തരങ്ങൾ വരാൻ കാരണം. ഏതായാലും ശരി, ദുൽദിലൂടെ ശരിയായ ഉത്തരം. വീണ്ടും ബ്ലൂവിന്റെ നിലവാരം ഉയർത്തി ഗ്രീനിനെ ഒന്ന് ഒരു സുഖിപ്പിക്കുകയാണ് തോന്നുന്നു. കുറച്ചു നേരം ഗ്രീനിന്റെ ആളുകൾ അല്പസമയം ഒരു സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ പിന്മാറി നിന്നതാണ്. അതുകൊണ്ടാണ് ഇനി ഇത് അവരെ കുതിപ്പ് നമുക്ക് കാണാം. അടുത്ത എന്റെ ചോദ്യം മക്കത്ത് ജാഹിലിയ കാലത്ത് തവാഫ് നടന്നിരുന്നു. ജാഹിലിയ കാലത്തും അതിന്റെ മുന്നെയൊക്കെ അവിടെ എത്രയോ ബിംബങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ കഅബയെ തവാഫ് ചെയ്തിരുന്നു. എന്നാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന വസ്ത്രം അഴിച്ചു വെച്ച് നഗ്നരായിട്ടായിരുന്നു അവർ തവാഫ് ചെയ്തിരുന്നത്. ഈ രീതിയിലാണ് അവർ തവാഫ് ചെയ്തിരുന്നത്. തുണിയില്ലാതെ അതന്നെ നഗ്നരായി. കാരണം അതിന് അവർ പറയുന്ന കാരണം ഇതുകൊണ്ട് ഞങ്ങൾ തെറ്റുകളൊക്കെ ചെയ്യുന്നതാണ് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാല് ആദ്യത്തെ ഹജ്ജിൽ അല്ലെങ്കിൽ സഹാബാക്കൾ പോയി ഹജ്ജ് ചെയ്തപ്പോൾ അവിടെ ഒരു വിളംബരം നടത്തി. ഇനി മുതൽ ഇവിടെ വിദഗ്ധരായി
തവാഫ് ചെയ്യാൻ പാടില്ല, മുശ്രിക്കുകൾ ഹജ്ജും ചെയ്യാൻ പാടില്ല എന്ന് നടത്തിയ വിളംബരം നടത്തിയത് ആരും? പ്രമുഖരായ 2 സഹാബിമാരാണ് ആ വിളംബരം നടത്തിയത്. ആരൊക്കെയാണ്? അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിച്ചതാരാണ്? പ്രമുഖരായ 2 സഹാബികളാണ് ഈ വിളംബരം നടത്തിയത്. ഇവിടെ വ്യവസ്ഥരായ ഇനി ആരും തവാഫ് ചെയ്യാൻ പാടില്ല, മുശ്രിക്കീങ്ങളായ ആളുകൾ ഇനി ഹജ്ജും ചെയ്യാൻ പാടില്ല എന്നുള്ള വിളംബരം നടത്തിയത് വിശുദ്ധ പറഞ്ഞയച്ചിട്ട് നടത്തിയ വിളംബരമാണ്. ആരൊക്കെയായിരുന്നത്? ഏതായാലും ഉമർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള സാദ് ഉമർ സിദ്ദീഖ്, അലി, ഉമർ, അബൂബക്കർ, അലി, അബ്ബാസ് സിദ്ദീഖ്, അബ്ബാസ് സിദ്ദീഖ് എന്നും ചിലതിൽ ചിലതുണ്ട്, ചിലതിൽ ചിലതില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചില ഉത്തരം രണ്ടും കൂടെ യോജിച്ച് ആർക്കും വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉമർ, ഹംസ. ഞാനൊരു ചാൻസ് കൂടെ തരാം എല്ലാ ആളുകൾക്കും. ഖുലഫാ റാഷിദീങ്ങളായ 4 പേരിൽപ്പെട്ട 2 ആളാണ്. ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട 4 പേരിൽപ്പെട്ട 2 പേർ കൂടിയാണ് ഈ വിളംബരം നടത്തിയത്. ആർക്കും ഉമർ റളിയല്ലാഹു അൻഹു ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഇതിനൊക്കെ ചങ്കൂറ്റുണ്ടാവും എന്നുള്ള ഒരു തോന്നലില്ല. ഏതായാലും ശരി, ഉമർ റളിയല്ലാഹു അൻഹു കേട്ടില്ല. ഞാൻ വീണ്ടും നിങ്ങൾക്കൊരു സാധ്യത തന്നിട്ടത് നിങ്ങൾ ഒഴിവാക്കുന്നു. ഏതായാലും ഇനി ക്വസ്റ്റ്യൻ മാസിലേക്ക് പോട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു കൂടെയാണ് ആ വിളംബരം നടത്തിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ ഓരോന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ മുന്നിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാകും എന്ന് ധാരണ എല്ലാ ആളുകൾക്കുമുണ്ട്. അടുത്ത ചോദ്യം, ഇനിയും ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ മാസത്തിലേക്ക് 2 പോയിന്റ് പോയി. 5, 4, 9, 10, 11 ചോദ്യങ്ങൾ ഇവിടെ പിന്നിടുമ്പോൾ അടുത്തതിന്റെ ചോദ്യം. നേരത്തെ നാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് 6-ാമത്തെ വർഷം വന്നു. എന്നാൽ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. 1400, 1600ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിലും വലിയൊരു സേന ഖുറൈശികളെ സന്നദ്ധരാക്കുകയും അവരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെയാണ് അവസാനം ഹുദൈബിയ സന്ധി എന്ന ഒരു സന്ധിയൊക്കെ അവിടെ ഉണ്ടാകുന്നത്, ചില കരാറുകൾ നടക്കുന്നത്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുഅ്മിനീങ്ങളായ ആളുകൾ ഒരു സന്ധി നടത്തി, അല്ലെങ്കിൽ ഒരു കരാറുണ്ടാക്കി. എന്താണ് അതിന്റെ പേര്? ഈ സംഭവങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുഅ്മിനീങ്ങളെ സത്യപ്രതിജ്ഞ എടുത്തു. അതിന്റെ പേരെന്താണ്? ഞാൻ ഇതിന്റെ ഭാഗം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. മുഅ്മിനീങ്ങളായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില വാക്കുകളൊക്കെ കൊടുത്തു. പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കൂടി നിൽക്കാം, ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നു. ഏതാണെന്ന് എന്റെ ചോദ്യം. എന്നാലും ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ബൈഅത്ത് റിദ്വാൻ എന്ന അൽസാഹിർ കോൾഡ് സ്റ്റോറിൽ ശരിയായ ഉത്തരം വന്നു. അലി ആലപ്പുഴ അത് വിശദമായി ബൈഅത്ത് റിദ്വാൻ എന്ന് എഴുതി. ബൈഅത്ത് റിദ്വാൻ എന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ വീണ്ടും ബ്ലൂവിന് വേണ്ടി 5-5 എന്ന രീതിയിൽ ഇവിടെ പോയിന്റ് എത്തി നിൽക്കുന്നു. അടുത്ത ചോദ്യം, അന്നത്തെ ആ 6-ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, തിരിച്ചുപോയി. അടുത്ത വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തുൽ ഖദാ എന്ന ഖദാ എന്ന ഉദ്ദേശത്തിൽ മറ്റൊരു ഉംറയുമായി ഉദ്ദേശിച്ച് മക്കയിലേക്ക് വരുന്നത്. അവിടെ ഉണ്ടായ സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഈ വരവിൽ ഖുറൈശികൾ മുഅ്മിനീങ്ങളെ കുറിച്ച് ധരിച്ചിരുന്നത്
അവരവിടെ വളരെ പ്രയാസത്തിലും കഷ്ടതയിലുമാണ്. എണീറ്റ് നിൽക്കാനുള്ള കഴിവില്ല, പ്രയാസം, ബുദ്ധിമുട്ടും, ശരിക്കും ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് ഖുറൈശികൾക്കുള്ളത്. ഇത് തിരുത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയിൽ ഒരു പ്രത്യേക രണ്ട് കാര്യങ്ങൾ കാണിച്ചു. എന്തൊക്കെയാണ്? ഞങ്ങൾ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ആളുകളൊന്നുമല്ല, ഞങ്ങൾ നല്ല ആരോഗ്യവാന്മാരാണ്, ചുണക്കുട്ടികളാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ആ ഉംറയിൽ അവിടെ നടത്തി. എന്തൊക്കെയാണത്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളെ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഖുറൈശികൾ അവിടെ നിന്നിരുന്നത്. പക്ഷെ അവരെ ധരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രകടനം എങ്ങനെയായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇന്ന് ആ അതേ സംഭവം ഓരോ ഹാജിയും ഉംറയും മുഅ്തമിറും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലൂ ആണ് ഞാൻ നൽകുന്നത്. അതേ സംഭവം ഓരോ ഉംറ ചെയ്യുന്ന ആളുകളും ഓരോ ഹജ്ജ് ചെയ്യുന്ന ആളുകളും അവര് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്റെ ക്ലൂ ഉള്ളത്. എന്നിട്ടും ശരിയായ ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഓക്കെ, ഇവിടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ശരിയായ ഞാൻ ചോദിച്ച രണ്ട് കാര്യമാണെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ശരിയായ ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ഹദിയ ഒട്ടൊക്കെ അറുത്ത് കൊടുത്തു. ഞങ്ങള് ഒട്ടൊക്കെയുള്ള ആളുകളെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്നതൊന്നുമില്ല, ശക്തി പ്രകടനം നടത്തിയത്. ഒന്ന് രണ്ട് ശരിയായ ഉത്തരം കൊടുക്കും ഞാൻ പറഞ്ഞുതരാം. ഞാൻ രണ്ടും പറഞ്ഞുതരാം. ഒന്ന് ഹർവലത്ത്, അതായത് തവാഫ് ചെയ്യുമ്പോഴുള്ള ഒരു സ്പീഡ് നടത്തും. ആദ്യത്തെ 3 തവാഫിൽ നടത്താം. മറ്റൊന്ന് ഒരു പട്ടാള ചിട്ടയില് ഒരു ഭാഗം ഒഴിവാക്കി വസ്ത്രം ധരിച്ചത്, ഇൽത്തിബാ എന്ന് പറയും. നമ്മൾ ഒരു ഭാഗം ഒഴിവാക്കി അടുത്ത ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ വസ്ത്രം ധരിക്കുന്ന രീതിയില്ലേ. ഇത് രണ്ടും അവർ ശക്തി തെളിയിക്കാൻ വേണ്ടി നിസ്ബന്ധങ്ങൾ കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ് ഇത് രണ്ടും. ഏതായാലും ഇവിടെ ഞാൻ ഈ പോയിന്റ് നൽകേണ്ടത് കുലുങ്ങി നടത്തുക എന്ന് CM ജുസി പറഞ്ഞിട്ടുണ്ട്. ഓട്ടം എന്ന് തോട്ടക്കാട് പറഞ്ഞിട്ടുണ്ട്. ഗുദ്ദൽ സഈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സഈലല്ല, ആ ഒരു തവാഫിൽ തന്നെ അത് അവർക്ക് കാണിച്ചു കൊടുത്തു. ഏതായാലും കുലുങ്ങി നടത്തുക, ഹർവലത്ത് അല്ലെ എന്ന ഉത്തരം വെച്ചിട്ട് ഞാൻ ഗ്രീനിന്റെ ഒരു പോയിന്റ് നൽകുന്നു. ഗ്രീനിന്റെ പോയിന്റ് ഇതിന് ശേഷമാണ് ഇങ്ങനെ ഒരു രീതി സുന്നത്തായതും അതിനെ സ്മരിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ. ഹജ്ജിന്റെയും ഉംറയുടെയും ഓരോ അമലുകളും പല വിഷയങ്ങളെ കുറിച്ചുള്ള സ്മരണയാണ്. ആ സ്മരണ പുതുക്കലാണ് ഹജ്ജും ഉംറയുടെയും ഓരോ അമലുകളും എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്, കൂടുതൽ ആളുകൾക്കും അറിയാം. നബിയും സഹാബത്തും ആദ്യ കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ പരിശുദ്ധ ഖുർആൻ വളരെ രഹസ്യമായിട്ടാണ് ഓതിയിരുന്നത്. അത് കേട്ട് ഖുറൈശികൾ ആക്രമിക്കും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഖുറൈശികളുടെ ഇടയിൽ പോയി ഒരു സഹാബി വലിയ ഉറക്കെ ഓതാൻ ധൈര്യം കാണിച്ചു. ആരായിരുന്നു സഹാബി? നീളം കുറഞ്ഞ സഹാബിയായിരുന്നു ആണെന്ന് പറയുന്നത്. ഒരു സഹാബി വര്യൻ വളരെ ഉച്ചത്തിൽ ഖുറൈശികളുടെ ഇടയിൽ പോയി പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള ധൈര്യം കാണിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ഇവിടെ എല്ലാത്തിനും ധൈര്യത്തിന്റെ പറയുമ്പോൾ നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ പേരുണ്ട് വരികയാണ്. ധൈര്യം എന്ന് പറയുമ്പോൾ തന്നെ ഉമറിന്റെ ശൂരത എന്നൊക്കെ പറയും. ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ ഫൈസൽ മുസ്തഫ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ദുൽദുൽ ശരിയായ ഉത്തരം നൽകി വൈകിപ്പോയി. ഇബ്നു മസ്ഊദ് എന്ന് തോട്ടക്കാർ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം അല്ല, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി പരിശുദ്ധ ഖുർആൻ ഖുറൈശികളുടെ മുന്നിൽ ഉച്ചത്തിൽ ഓതാനുള്ള ധൈര്യം കാണിച്ചത്.
Point goes to Faisal Mustafa and Green. അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിന് എത്ര ആൺമക്കളുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്, ഉപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞതാണ്, അതല്ല, എത്ര ആൺമക്കളുണ്ടായിരുന്നു? സംസം കിണർ കുഴിക്കുന്ന സമയത്ത് ഖുറൈശികൾ കളിയാക്കി. അപ്പോൾ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ല. അന്ന് സമയത്ത് അബ്ദുൽ മുത്തലിബ് നേർച്ച നേർന്നു, എന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന കിങ്കയന്മാരായ 10 മക്കളുണ്ടായാൽ ഞാൻ അതിൽ നിന്ന് ഒരാളെ ബലി നൽകും, ബലി നൽകും എന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അങ്ങനെ 10 മക്കളാണ് അബ്ദുൽ മുത്തലിബിനുണ്ടായത്. ആ 10ാമത്തെ മകൻ വന്ന സമയത്താണ് അങ്ങനെ ബലി നൽകാൻ 12 അല്ല 10 ആൺമക്കൾ. 10 ആൺമക്കൾ എത്രയെന്നാണ് ചോദ്യം. 10 ആൺമക്കൾ ഉണ്ടായിരുന്നു, 6 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇനി 12 എന്നല്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും അതിനുശേഷമാണ് ഒരാളെ അറുത്തു കൊടുക്കുവാൻ തീരുമാനിച്ചതും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള എന്നവരെ അറുക്കുവാനുള്ള സംഭവങ്ങൾ ഉണ്ടായതും തീരുമാനം മാറ്റിക്കുറിച്ചതും 100 ഒട്ടകത്തിനെ പതിനായി അറുത്തു കൊടുത്തതുമായ സംഭവങ്ങളൊക്കെ ശേഷമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ശരി, 10 ആൺമക്കൾ. അന്ന് നേർച്ച നേർന്നിരുന്നു, 10 ആൺമക്കൾ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും, ഒരാളെ ഞാൻ എന്ത് ചെയ്യും, അറുത്തു കൊടുക്കും എന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ ആദ്യം 10 എന്ന് പറഞ്ഞ ഫൈസൽ മുസ്തഫയാണ് 10 ആൺമക്കൾ എന്ന് പറഞ്ഞത്. ശേഷം ഷുഹൈബ് ബാംഗ്ലൂർ, അതുപോലെ ഈ 2 പേരും പറഞ്ഞു 10 എന്നുള്ളത്. വീണ്ടും പോയിന്റ് ഗ്രീനിന്റെ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂവിന്റെ ആളുകൾ ശ്രദ്ധിക്കുക. അടുത്തതിന്റെ ചോദ്യം. ഇനി നമുക്ക് ലോകത്ത് വ്യത്യസ്തമായ നാണയങ്ങളുണ്ട്. രൂപയുണ്ട്, ഡോളറുണ്ട്, യെന്നുണ്ട്, ദിർഹമുണ്ട്, ദീനാറുണ്ട്, റിയാലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ നാണയങ്ങൾ ഇന്ന് നമുക്കിവിടെ ഉണ്ട്. എന്നാൽ ഇസ്ലാമികന്റെ ചരിത്രത്തിൽ ആദ്യത്തെ നാണയം എന്തായിരുന്നു? ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ നാണയം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ നാണയം ഏതായിരുന്നു? ദിർഹം ദീനാർ, റിയാൽ ഇവിടെ വന്നിട്ടുണ്ട്. പേരെടുക്കുന്ന നാടല്ല, അതിനുള്ള കൂറൊക്കെ വേണമല്ലോ. ജഹർ കോൾഡ് സ്റ്റോർ അല്ല, സോറി, പാസ്വേഡ് വന്നിട്ടില്ലേ, ആള് മാറിയെന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടെ ജബലന്നൂർ ദിർഹം എന്ന ഉത്തരം ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ്, ദീനാറാണ്. അത് തിരുത്തി വായിക്കാൻ ബിൽബുലിൻ്റെത് അല്പം പ്രയാസമാണെങ്കിലും വീണ്ടും പോയിന്റ് നേടുന്നത് അൽസഹർ കോൾഡ് സ്റ്റോറിലൂടെ ബ്ലൂവിൽ തന്നെയാണ്. ബ്ലൂവിന്റെ ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. ദീനാറാണ് ആദ്യത്തെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാണയം എന്ന രീതിയിൽ ഒരു നാണയമായിട്ട് ഉള്ളത്. ഞാൻ 4 ചില മാസങ്ങളെ കുറിച്ച് പറയാം. അതിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ പറയുന്നത്. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. മുഹറം പോയിന്റ് അവിടെ ബ്ലൂവിനാണ് പോയിന്റ്. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 4 മാസങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ 4 മാസം കൂടി കൂടുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? യുദ്ധം ഹറാം. ഈ 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാണ്. അത് ജാഹിലിയ്യ കാലത്ത് തന്നെ അങ്ങനെ ഒരു
കാര്യം അവർ ശ്രദ്ധിച്ചിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഒക്കെയാണ് ഇങ്ങനെ വരാൻ കാരണം. ഏതായാലും ശരി, ഒരു മാസം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്, മറ്റു മാസങ്ങളൊക്കെ തൊട്ടടുത്താണ് കൊണ്ടുവരുന്നത്. ഏതായാലും ഇവിടെ ദുൽദുലിലൂടെ വീണ്ടും ബ്ലൂവിന്റെ നിലവാരം ഉയർത്തുന്നുണ്ട്. ദുൽദുലിലൂടെ വീണ്ടും ഒരു പോയിന്റ് വീണ്ടും നമുക്ക് ബ്ലൂവിന് നൽകാം. അടുത്ത എന്റെ ചോദ്യം, അറഫ ദിനത്തിന് ശേഷം ഹാജിമാർ മിനയിൽ രാപ്പാർക്കും. ഈ ദിവസങ്ങളെ കുറിച്ച് പറയുന്ന പേരെന്താണ്? അവർ മിനയിൽ തങ്ങുന്ന ദിവസത്തിനെ കുറിച്ച് പറയുന്ന പേരെന്താണ്? അറഫയുടെ ശേഷം ഹാജിമാർ മിനയിലാണ് അവരുടെ സമയം ചിലവഴിക്കുന്നത്. ഈ ദിവസങ്ങളെ കുറിച്ച് അവർ ചിലവഴിക്കുന്ന ഈ ദിവസങ്ങളെ കുറിച്ച് പറയുന്ന പേരാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കതൊക്കെ പെരുന്നാൾ ദിവസങ്ങളാണ്. അവരവിടെ അമലുകളുമായും അതുമായി കല്ലേറുമായൊക്കെ ബന്ധപ്പെട്ട് അവിടെയാണ് അവർ ചിലവാക്കുന്നത്. എല്ലാ ആളുകളും ശരിയായ ഉത്തരം പറയുന്നു. ഇവിടെ അലി ആലപ്പുഴ ആദ്യമായി ഗ്രീനുകൊണ്ട് ശരിയായ ഉത്തരം വന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അയ്യാമത്ത് തശ്രീഖ് 11, 12 ദുൽഹിജ്ജ് 11, 12, 13 ഈ 3 ദിവസങ്ങൾ ആണ് അവിടെ ഹാജിമാർ മിനയിൽ ചിലവഴിക്കുക. അതിനാണ് അയ്യാമത്ത് തശ്രീഖ് എന്നാണ് അതിന്റെ പറയുന്നത്. ഇവിടെ 9, 7, 2 9, 7, 2 18 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ബാക്കി നിൽക്കുന്നത് 25 വരെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബ്ലൂവിന് 7 പോയിന്റും ഗ്രീനിന് 9 പോയിന്റുമാണ്. അതുപോലെ 2 പേർക്കും കിട്ടാത്തത് കൊണ്ട് ക്രിസ്ത്യൻ മാസ്റ്ററിലേക്ക് 2 പോയിന്റ് പോയിട്ടുണ്ട്. അടുത്ത ചോദ്യം, പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്നത് 23 വർഷത്തെ കാലഘട്ടം കൊണ്ടാണ്. പല സമയത്തും പല ആയത്തുകളും പല ഭാഗങ്ങളും ഇറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തിയത്. എന്നാൽ അവസാനമായിട്ട് പൂർണ്ണമായി ഇറങ്ങിയ സൂറത്തുണ്ട്. ഏതാണ് അവസാനമായിട്ട് പൂർണ്ണമായി ഇറങ്ങിയ സൂറത്തിൻ്റെതാണ്? അവസാനമായി പൂർണ്ണമായി ഇറങ്ങിയ സൂറത്ത് ആദ്യമായി എന്നല്ല ചോദിക്കുന്നത്. ഏതായാലും നിങ്ങളൊക്കെ ഉത്തരം എല്ലാ ആളുകളും ഒരേ രീതിയിൽ പറയുമ്പോൾ ഒരാൾ മാത്രമേ ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ളൂ. മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാകുമ്പോൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന സൂറത്ത് തന്നെ ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും ആദ്യം വന്നത് ഫൈസൽ മുസ്തഫ. വീണ്ടും പോയിന്റ് പോകുന്നത് 2 അക്കത്തിലേക്ക് എത്തിച്ചത് ഗ്രീനാണ്. പോയിന്റ് നിലവാരം 2 അക്കത്തിലേക്ക് എത്തിച്ചത് ഗ്രീനാണ്. അടുത്ത ചോദ്യം, ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പല ഭരണാധികാരികളും പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല നാടുകളും പല ഭരണാധികാരികളും ഭരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് അയച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട്. അതിൽപ്പെട്ട ഒരു രാജാവാണ് മുഖൗഖിസ്. ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു മുഖൗഖിസ്? ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു മുഖൗഖിസ്?
ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രദേശങ്ങൾ അന്നൊക്കെ പക്ഷേ തുർക്കിയുടെ ഭരണാധികാരിയിലെ ഈജിപ്ത്, ഇറാൻ എന്ന രാജ്യം അന്ന് സംവിധാനമില്ല. കൈസർ ആണ് അവിടെയുള്ളത്. കൈസർ എന്നുള്ള രാജാവാണെന്നുള്ള ഇറാൻ പ്രവിശ്യയിലുള്ളത്. അതിന്റെ ഭാഗമായിരിക്കും അന്ന് തുർക്കിയൊക്കെ. തുർക്കിയല്ല. ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ മിൻഹാസ മെഹർ എന്ന അടിയിൽ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. മൂസ കുവൈത്ത് മഗ്രിബ് എന്ന ഉത്തരത്തിൽ വന്നിട്ടുണ്ട്. മഗ്രിബ്. വീണ്ടും പോയിന്റ് പോകുന്നത് അത് മറ്റാർക്കുമല്ല, 010 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 11 എന്നാക്കിക്കൊള്ളിനി. വീണ്ടും ഗ്രീനിലേക്കാണ് പോയിന്റ് പോകുന്നത്. അടുത്ത ചോദ്യം, ഒരു മുസ്ലിം വനിത, സഹാബിയായ ഒരു മുസ്ലിം വനിത ആദ്യമായി യഹൂദിയെ കൊന്നു. ആരായിരുന്നു ഈ മഹദി? ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിലാണ് ഇത് സംഭവിച്ചത്. ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആരായിരുന്നു ഈ മഹദി എന്നാണ് എന്റെ ചോദ്യം. ഏതെല്ലാം ശരിയായ ഉത്തരം തന്നെയാണ്. എന്താ ബ്ലൂവിന്റെ ആളുകൾ പിന്നിലാണോ? ഹിന്ദുൽ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ടെന്താ നിങ്ങളെ ഉത്തരം മുന്നോട്ട് വരാത്തത്? 7 നിൽക്കുകയാണ്. ഏതായാലും സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ മകളായ സഫിയ റളിയല്ലാഹു അൻഹയാണ് ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ ആദ്യമായി യഹൂദിയെ കൊലപ്പെടുത്തിയത്. ആദ്യമായി യഹൂദിയെ കൊലപ്പെടുത്തിയ വനിത സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു ചെറിയ മുഖ്യമായ ചോദ്യം വിട്ടിട്ടുണ്ട്. ഹുദൈബിയെ കുറിച്ചൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു. ഹുദൈബിയ സന്ധി അതിലേക്ക് വന്ന ഉംറയ്ക്ക് പുറപ്പെട്ടതൊക്കെ പറഞ്ഞു. അവിടെ 1400 മുതൽ 1600ഓളം ആളുകൾ പങ്കെടുത്തത് പറഞ്ഞു. അവിടെ നടന്ന ബൈഅത്തുൽ റിദ്വാനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയൊരു മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ആ മുഅ്ജിസത്ത്? ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയൊരു മുഅ്ജിസത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ആ മുഅ്ജിസത്ത്? ഇവിടെ ഉത്തരങ്ങൾ നിങ്ങൾ നൽകുന്നതൊക്കെ ശരിയാണ്, പക്ഷെ വ്യക്തമായിട്ട് എഴുതിയൊക്കെ തന്നെ പോയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട കയ്യിന്റെ വിരലിൽ നിന്നുള്ള വെള്ളം വരുന്നു. ഈ 1600ഓളം ആളുകൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും കുടിക്കുവാനും ഒക്കെ അത്രയും ഉപയോഗിക്കുന്ന ആ ഒരു വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോൽപാത്രം ത്തിലൂടെ വരുന്നു, കൈയിന്റെ ഇടയിലൂടെ വെള്ളം വരുന്നു. അവർക്കൊക്കെ തികയുമാർ ഉള്ള വെള്ളം വരുന്നു. ഈ ഒരു മത്സരത്താണ്. അവരുടെ അടുത്ത് ആരടുത്തും വെള്ളം ഉണ്ടായിട്ടില്ല. വെള്ളം തികയാൻ മാത്രം വെള്ളം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ വെള്ളം എന്ന് രീതിയിൽ പറയുന്നു, വാട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, ഡോക്ടർ ആയതുകൊണ്ട്. എന്നാൽ കയ്യിൽ വെള്ളം എന്ന് ശരിക്കും വെള്ളം എന്ന സൂചനയോട് പറഞ്ഞത് ഇവിടെ മിൻഹാസ മെഹർ അല്ലേ, അല്ലെങ്കിൽ അൽസഹർ കോൾഡിസോറാണ് പിന്നെ പറയുന്നത്. ഏതായാലും ഷുഐബ് ബാഗ്ലൂർ വിരലിന്റെ ഇടയിലൂടെ വന്ന വെള്ളം, ഇതാണ് ശരിയായ ഉത്തരം. ഏതായാലും ഞാൻ ഇവിടെ പോയിന്റ് ആർക്ക് നൽകണം എന്നുള്ളതാണ്. വളരെ കൂടുതൽ മുന്നിലാണ് നമ്മളെ ഗ്രീനിന്റെ ആളുകൾ. ഗ്രീനാണ് നൽകേണ്ടത്. പക്ഷേ ദുർഗുള്ളത് നൽകുന്നു അവിടെ പോയിന്റ്. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെ എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് വെള്ളം മാത്രമല്ല, നിങ്ങളുടെ പരിതാവസ്ഥ ഞാനിവിടെ പരിഗണിക്കുന്നു. നിങ്ങൾ വളരെ പിന്നിലാണല്ലോ. അതുകൂടെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് നൽകിയത്. മാനസിക പരിഗണന. ഓക്കെ, അടുത്ത് ഞാൻ ചോദിക്കുന്നത് ഒരു ഹുക്കുമാണ് നിങ്ങൾ പറയേണ്ടത്. ഹുക്കും എന്ന് പറഞ്ഞാൽ ഹലാല്, ഹറാമ്, ജായിസ്, ഇതൊക്കെയാണ് ഹുക്കുമുകൾ. നമുക്ക് എന്തിന്റെ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഹലാലാണോ, ഹറാമാണോ, ജായിസാണോ എന്നൊക്കെയാണ് എന്ത് ഹുക്കും പറയുക.
കുതിരയെ അറുത്ത് ഭക്ഷിക്കൽ എന്താണ്? കുതിരയെ അറുത്ത് ഭക്ഷിക്കൽ എന്താണെന്നാണ് ചോദ്യം. കുതിര നമുക്ക് പല ആളുകൾ അറിയുന്ന ആളുകൾക്ക് അറിയാം, അല്ലാത്ത ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കുതിര എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന സാധാരണ കുതിര ഇറച്ചി എവിടെയും കിട്ടാറില്ല. പറ്റാത്ത എല്ലാ ഇറച്ചികളും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. നമുക്കല്ലെങ്കിലും വേണ്ടവർക്ക് കിട്ടാറുണ്ട്. പക്ഷെ കുതിര ഇറച്ചി നമുക്ക് കാണാറില്ല, അല്ലെ, എവിടെയും കേൾക്കാറില്ല. എന്നാലും ഇവിടെ ജബലുന്നൂർ ഹലാൽ എന്ന് പറയുന്നു, അബ്ദുള്ള തോട്ടക്കാർ ഹലാൽ എന്ന് പറയുന്നു, അൽറാഹി പറയുന്നു ഹലാൽ എന്ന്, ദുൽദുൽ ഹറാം എന്ന് പറയുന്നു. പിന്നെ ജായിസും ഹലാലൊക്കെ പറയുന്നത് ശരിയായ ഉത്തരം തന്നെയാണ് ജബലുന്നൂർ ബ്ലോവിനോട് നൽകിയത്. ഹലാലാണ്. പക്ഷെ അത് പ്രോത്സാഹിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ കുതിരയെ കൊണ്ട് അതിലും വലിയ യുദ്ധം പോലത്തെ ഭാരം ചുമക്കൽ പോലത്തെ കാര്യങ്ങൾക്കൊക്കെ അതിന് കൂടുതൽ ഉപയോഗം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹലാലാണ്. കുതിര ഇറച്ചി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്നുന്നുണ്ടെന്നില്ല, കുഴപ്പം ഇല്ല, ഹലാലായ സംഭവമാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ബ്ലൂവിന്റെ നിലവാരം മെച്ചപ്പെട്ടു വരുന്നു. 9, 12, 2 14. ഒരു ചോദ്യം കൂടെ ഉള്ളു, അല്ലേ? അല്ല, രണ്ട് ചോദ്യത്തിനുള്ള അവസരമുള്ളൂ. 2 ചോദ്യത്തിനുള്ള അവസരം ഉള്ളൂ ഇവിടെ. വില കൂടുതലും ഇവിടെ കിട്ടിയിട്ട് കഥാന എവിടെയും കാണുന്നില്ല, നമുക്ക് കണ്ടിട്ടില്ല. ഒരു ചോദ്യം പരിശുദ്ധ ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. 2 ചോദ്യമുണ്ട് ഇവിടെ. 2 ചോദ്യത്തിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലൂവിന് അവസരം ഉണ്ടായേക്കാം. ശരിക്കും ഉത്തരം നൽകുന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം. ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഹജ്ജുൽ അക്ബർ എന്നത് എന്തിനാണ്? ശരിയായ ഉത്തരം നൽകണം. ഹജ്ജുൽ അക്ബർ എന്ന് നമ്മളൊരു ധാരണ വരാറുണ്ട്. ഹജ്ജുൽ അക്ബർ എന്നുള്ളത് ഒന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നമ്മളെ ധാരണയല്ല. ഇവിടെ ശരിയാ ഹജ്ജുൽ അക്ബർ എന്ന് ശരിക്ക് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? വെള്ളിയാഴ്ച അറഫ എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ വെള്ളിയാഴ്ച അറഫ എന്നാൽ നമ്മളെല്ലാവരും ഹജ്ജുൽ അക്ബർ എന്ന് പറയാറുണ്ട്, അല്ലെ? ഹജ്ജുൽ അക്ബറായി വരും, വലിയ മഹത്വം കൂടിയതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു. പക്ഷെ അത് വീണ്ടും ഗ്രീനിലാണ്. അവര് വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് യൗമുൻ നഹർ, അറവിന്റെ ദിവസം യൗമുൻ നഹർ, അതായത് ദുൽഹജ്ജ് 10. ദുൽഹജ്ജ് 10-നാണ്. അബ്ദുള്ള കോട്ടക്കാട് ഇവിടെ താഴെ പറഞ്ഞു ദുൽഹജ്ജ് 10. ഫൈസൽ മുസ്തഫ നഫ്സി എന്ന് പറയുന്നത് നഫ്സി എന്നുള്ളതാണ്. മനസ്സിലായില്ല. ഏതായാലും ശരി, ഹജ്ജുൽ അക്ബർ എന്നതിന്റെ ശരിയായ വിശദീകരണം യൗമുൻ നഹർ, ദുൽഹജ്ജ് 10-നാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. ഇവിടെ പോയിന്റ് വീണ്ടും ഗ്രീൻ പോട്ടെ, 13 പോയിന്റാണ്. അവസാനമായിട്ടുള്ള ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ സമയമായി നമ്മളിവിടെ ചിലവഴിച്ചിട്ട്. അവസാനമായ ചോദ്യം നമുക്കൊക്കെ വളരെ പല സമയത്തും ഇല്ലാതായി പോകുന്ന ഒരു സംഭവമാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഉള്ള ആളുകൾ വളരെ ഭാഗ്യവാനാണ്. നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്ന, അല്ലാഹു പല ആളുകൾക്കും പല നിഅമത്തുകളും നൽകിയിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യന്റെ ആർത്തി കൊണ്ട് അതൊക്കെ കുറച്ച് കാണുകയും ഇല്ലാത്തതിനെ വളരെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്നാൽ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതിനെ കുറിച്ച് എന്താണ് പറയാറ്? അതിന്റെ പര്യായം എന്താണ് അത് പറയുന്നത്? അള്ളാഹു തന്നത് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നതിനെ കുറിച്ച് പറയുന്ന വാക്യതാണ്. അള്ളാഹു നൽകിയതിനെ അത് വളരെ സംതൃപ്തനായി ശുക്ർ ചെയ്ത് കൂടുതൽ ആഗ്രഹിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. എങ്കിലും ശരി, അതിലുള്ള ആ ഒരു നിഅമത്തിലുള്ള സംതൃപ്തി, അതിനെക്കുറിച്ചുള്ള ആ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുക? അതിനെക്കുറിച്ച് എന്താണ് അറബിയിലുള്ള വരുന്ന വാക്ക്? ഏതായാലും ഇവിടെ കൂടുതൽ ആളുകളും നൽകിയിട്ടുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. AC ഫൈസൽ ഫസൽ എന്താണ് പറയുന്നത്?
മുത്തഖീങ്ങളെ മുത്തഖീൻ അല്ല, മുത്തഖീനല്ല. അതിവിടെ പറഞ്ഞതിൽ തന്നെയാണ് ഖനാഅത്ത് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതിനാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. ആ ഖനാഅത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. കൂടുതൽ കൂടുതൽ അള്ളാഹു നിഅമത്ത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഖനാഅത്തുള്ള ആളുകൾക്ക് വളരെ സംതൃപ്തി ആയിരിക്കുമെന്ന് മഹാന്മാരൊക്കെ പറയുന്ന കേൾക്കാം. നമുക്ക് നൽകിയതിൽ അള്ളാഹു നൽകിയതിലുള്ള ആ ഒരു നിഅമത്ത് എന്തൊക്കെയാണ്? നമ്മുടെ ആരോഗ്യമായാലും ശരി, സമ്പത്തായാലും ശരി, മക്കളായാലും ശരി, ഇല്ലാത്തതിൽ നിന്ന് വ്യാകുലപ്പെടാതെ ഉള്ളതിലുള്ള ആ ഒരു സംതൃപ്തി അള്ളാഹു എല്ലാ ആളുകൾക്കും നൽകട്ടെ. കൂടുതൽ കൂടുതൽ നിഅമത്തുകൾ എല്ലാ ആളുകൾക്കും നൽകട്ടെ. നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാ ആളുകൾക്കും നൽകട്ടെ. അള്ളാഹു നൽകിയ ഇൽമിനെ പകർന്നു നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിന് വേദിയൊരുക്കുന്ന ആളുകളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ആളുകൾക്കും പരിശുദ്ധ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത ആളുകൾക്ക് വീണ്ടും ചെയ്യാത്ത ആളുകൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹു ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതിനൊക്കെയുള്ള അവസരം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ സാലിഹായ സന്തോഷമുള്ള അവരെ കൺകുളിരുന്ന മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ. മറ്റുള്ള കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു ആ കടത്തിൽ നിന്ന് മോചനം നൽകി അവരുടെ മനസ്സിലൊക്കെ സന്തോഷമുള്ള ഒരു അവസ്ഥ അള്ളാഹു നൽകട്ടെ. മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ കഴിയാതെ പല കാര്യങ്ങളെ കൊണ്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവർക്കൊക്കെ അള്ളാഹു സന്തോഷമുള്ള ഭർത്താക്കന്മാരെയും ഇണകളെയും നൽകുമാറാകട്ടെ. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളുടെ സ്വാലിഹങ്ങളായ ഭാര്യമാരെ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ഉലമാക്കളൊക്കെ അള്ളാഹുവിന്റെ കാവലിലും അവന്റെ തൗഫീഖുകളുമാകട്ടെ. അവരെ കൊണ്ട് അവരെ ഇൽമു കൊണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിന് കൂടുതൽ കൂടുതൽ മൻഫഅത്ത് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം ചെയ്യാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്സത്തിലാക്കട്ടെ നമ്മുടെ ഉലമാക്കളൊക്കെ. സംസ്കരിക്കാൻ ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ എല്ലാം അള്ളാഹു എന്നും ഇസ്സത്തിൽ ഇസ്സത്ത് നിലനിൽക്കുമാറാകട്ടെ. അതിനതിൽ വരുന്ന ശക്തികളൊക്കെ അള്ളാഹു തളർത്തുമാറാകട്ടെ. എല്ലാ ആളുകൾക്കും സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട ഒരു അമലാക്കി ഈ സമയം നിങ്ങൾ ചിലവഴിച്ചത് നിന്റെ തൃപ്തിപ്പെട്ട ഒരു സമയമാക്കി മാറ്റണം റബ്ബേ. ഞങ്ങളെ ഇതുപോലെ തന്നെ നിന്റെ സ്വർഗ്ഗപൂർവ്വത്തിൽ ഭാര്യ സന്താനങ്ങളും ഉസ്താദുമാരും അടക്കം ഞങ്ങളെ നീ ഒരുമിപ്പിക്കണമേ. ജന്നാത്തുൽ ഫിർദൗസ് അലയിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. ഇതുവരെ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സറിഞ്ഞ നന്ദി ഞാൻ നിങ്ങൾക്കൊക്കെ നൽകുന്നു. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഉത്തരം നൽകുമ്പോഴാണ് അതിനുള്ളൊരു ആവേശം ഉണ്ടാകുക. വീണ്ടും അടുത്ത ആഴ്ച ഇങ്ങനെ ഒരുമിച്ച് കൂടാനും നല്ല കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഒരുപാട് ആളുകൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തുള്ള ആളുകൾക്കും നന്ദി. ഉസ്താദിനെ കാണുന്നില്ല. എന്താണെന്നറിയാൻ സജീവായിട്ടുണ്ട്. എന്നത്തെ പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് വരുന്നില്ല. നെറ്റ് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്തുള്ള ആളുകൾക്കും നന്ദി പറയുന്നു. അതുപോലെ പിന്നെ ഉസ്താദ് ഇനി ഇൻഷാ അല്ലാഹ് എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാവും. അതുപോലെ മറ്റു ദിവസങ്ങളിലൊക്കെ നമ്മുടെ റഹീം സാഹിബിന്റെ നേതൃത്വത്തിലുണ്ടാവും. എല്ലാ ആളുകളും പങ്കെടുക്കുക. മൈക്ക് റിലീസ് ചെയ്യണം. ഇനി ആരെങ്കിലൊക്കെ മൈക്കിൽ വരാൻ പറ്റുന്നവർ മൈക്കിൽ വരി. റഹീം സാഹിബ് കേൾക്കില്ലേ? റഹീം സാഹിബ് ഒന്ന് മൈക്കിൽ വരി. റഹീം സാഹിബ് കേൾക്കുന്നുണ്ടേ? റഹീം സാഹിബ് ഒന്ന് ഏതായാലും മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മൈക്കിൽ റിലീസ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലൈവ് ഫാമിലി കിസ്സൊക്കെ ഒഴിവാക്കിക്കളി, അതിന്റെ ബാനറൊക്കെ ഒഴിവാക്കിക്കളി. അത് മാത്രം അവിടെ പിടിച്ചു വെക്കണ്ട. അബ്ദുള്ള തുടക്കാട് ഉസ്താദിനെ കേൾക്കുന്നുണ്ടോ? ദുൽദുൽ ഉസ്താദ് ഇന്ന് പച്ചക്കാരെടുത്തു നിന്ന് പൈസ എങ്ങനെയാണെന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇത് ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം പെട്ടെന്ന് ഉത്തരം കൊടുക്കാറുള്ളതാണ്. ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട്, ബ്ലൂവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം എവിടുന്നോ പൈസ വാങ്ങിയായിട്ട് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും മിൻഹാജ് ഉസ്താദിന്റെ അവതരണം വളരെ മനോഹരമായിരുന്നു. പിന്നെ ഞാൻ ഉത്തരം പഠിക്കാത്തത് അഹങ്കാരം കൊണ്ടൊന്നും കരുതരുത്, അറിയായിട്ടാണ്.